ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഫയർസിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ ലൈറ്റ്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് വളരെ തിരക്കിലാണ്. ഔദ്യോഗിക തിരക്കാണ്. വീട്ടിൽ വന്നിട്ടും പണിയാണ്. അപ്പോൾ ഇപ്പോഴാണ് ഞാനത് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അല്ലേ. പ്രതാപന് ജാമ്യം നിഷേധിച്ച കാര്യങ്ങളാണ്. ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടാവും. ഇന്നലെ എന്താണ്, നിങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ കേസ് ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവല്ലേ വേണ്ടത്, ജാമ്യം നേടുകയാണോ വേണ്ടതെന്നാണ് ജഡ്ജി ചോദിച്ചത്. അപ്പോൾ അങ്ങനെയാണ് പറ്റുമെങ്കിൽ അതൊക്കെ കാണിക്കുക അല്ലേ. കള്ളക്കേസാണ് അല്ലെങ്കിൽ നമ്മുടെ ദൈവം കയ്യൊപ്പിട്ട കമ്പനിയാണ് എന്നൊക്കെ അതിൻ്റെയൊക്കെ രേഖ കാണിച്ചുകൂടി ഇവർക്ക്. അല്ലാതെ ജാമ്യത്തിൽ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഇതേ പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ കോടതിയിൽ പോയാൽ കിട്ടുമോ? ഇല്ലല്ലോ. പക്ഷേ ഇന്നലെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഗ്രീൻകോ തട്ടിപ്പിലെ പ്രതാപന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. വെറും 3 ലക്ഷം രൂപ കൊടുക്കാതെ വഞ്ചിച്ച ഒരു കേസാണ്. നമുക്കറിയാം, ഈ ഗ്രീൻകോ തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2010 തട്ടിപ്പാണ്. 2011 കോടതി ശിക്ഷിച്ചു. പക്ഷേങ്കിൽ ഇവർ പൈസ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ജാമ്യത്തിൽ ഇറങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും അതിൽ ചിലർക്കൊന്നും പൈസ കൊടുത്തിട്ടില്ല എന്നതാണ്. വെറും 3 ലക്ഷം പോലും കൊടുക്കാത്ത കേസുകളുണ്ട്. അതിപ്പോൾ 6 ലക്ഷമായിട്ടുണ്ട്. ആ കേസിലാണ് ഇപ്പോൾ ജാമ്യം എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഇന്നലെയാണ് സംഭവിച്ചത് എന്നുള്ള ഒരു കോയിൻസിഡൻസ് ഇന്നലെ നടന്നു. ഒരു കേസിൽ ജാമ്യം കിട്ടി. അപ്പോൾ ജാമ്യം കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാമ്യം കിട്ടിയ ദിവസമാണ്, ജാമ്യം നിഷേധിച്ച ദിവസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വളരെ സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, ഇനി നിക്ഷേപകരെ അല്ലെങ്കിൽ FIR ഇട്ട് സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പുതിയൊരു FIR കാണാനിടയായി. കോഴിക്കോട് നിന്ന് പുതിയൊരു FIR. അദ്ദേഹം 2-3 മാസമായിട്ട് നിരന്തരം ഇതിൻ്റെ പുറകിലുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് FIR കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിരന്തരം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തതാണ്. പക്ഷേങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് അത് ലേറ്റായി എന്നുള്ളതാണ്. പക്ഷേങ്കിൽ അദ്ദേഹം പിന്മാറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് FIR കിട്ടിയിരിക്കുന്നതാണ്. ഇപ്പോൾ 2 OTTയുടെ 10 ലക്ഷത്തിന് മേലെയുള്ള തട്ടിപ്പാണ് അത്. അപ്പോൾ എന്തായാലും അങ്ങനെ FIRകൾ പല സ്ഥലത്തും വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. പിന്നെന്താണ് നമ്മൾ ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ EDയുടെ കോർട്ടിൽ കുറ്റപത്രത്തിന് നമ്പറൊക്കെ ഇട്ട് കുറ്റപത്രം ഇവരെ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം എല്ലാവർക്കും കൂടി ഒരു വക്കീലിനെ വെച്ച് ക്ലെയിം പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തുക, എല്ലാവർക്കും കൂടി ആകുമ്പോൾ ചെറിയൊരു തുക ചിലവാകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പറ്റിക്കപ്പെട്ടവർക്ക് പൈസ കൊടുക്കാനുള്ള റൂള് 2019 തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേസ് തീരേണ്ടി വരും, 15 കൊല്ലം എടുക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്ക് വിവരമില്ലാത്തതിൻ്റെ കുറവ് മാത്രമാണ്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഇനി നമുക്ക് പരാതി കൊടുത്തിട്ട് പോലും കാര്യമില്ലല്ലോ. ഈ കുറേ പൊട്ടന്മാരായ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ലീഡർമാരെ വിശ്വസിച്ചുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ചിലപ്പോൾ അത് മാത്രമായിരിക്കും. നിങ്ങൾ വീണ്ടും പറ്റിക്കപ്പെടുകയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും അതാണ് സത്യം എന്ന് പറയുന്നത്. ഇന്നൊക്കെ നമ്മുടെ ഫിജീഷിനെയൊക്കെ മോശക്കാരനാക്കിയിട്ടുള്ളൊരു കമൻറ്റ് കാണാനിടയായി. അതെന്താണ്, ആധാരം കൊടുക്കുകയല്ല വേണ്ടത്, സ്ഥലം വിറ്റിട്ട് അല്ലെങ്കിൽ വീട് വിറ്റിട്ട് പൈസ കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആധാരത്തിൻ്റെ കളർ ഫോട്ടോസ്റ്റാറ്റ് കൊടുത്തിട്ട് ശ്രീനാഥ് പ്രതാപനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം നടന്നു എന്ന് ആൾക്കാർ പറയുന്നു. നമ്മളല്ല പറയുന്നത്, ഇവരുടെ ലീഡർ തന്നെയാണ് പറയുന്നത്. ആധാരത്തിൻ്റെ ഏതോ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കൊടുത്തിട്ട് ഇത് പോയിട്ട് പണയം വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് എന്നുള്ള രീതിയിലുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് ലീഡർമാരെ പൂട്ടാനുള്ള ഒരു കേസ് കഴിഞ്ഞ ദിവസം വന്നതായിട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ
ഗവൺമെൻറ്റിനോടും DGPയോടും ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ തേടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോൾ നമ്മുടെ ചീന മാഡം വാവിട്ട് കരഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. എന്തിനാണ് ഇദ്ദേഹം പിന്നെയും ഇങ്ങനെ ചെയ്യുന്നത്? ഒരു കേസ് കൊണ്ട് തന്നെ നമ്മളെ ഈ ഗതിയിലായി, ഇനിയിപ്പോൾ അടുത്ത കേസും കൊണ്ട് ഇദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വാവിട്ട് കരഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ ഒരു വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയേ വരാൻ വഴിയുള്ളൂ. അവർക്കറിയാം ഇപ്പോൾ വീഡിയോയുടേതായാലും അല്ലെങ്കിൽ ബഡ്സിൻ്റേതായാലും ഒന്നും അവർക്ക് ഊരിപ്പോകാൻ സാധിക്കില്ല. അവർക്ക് ഒരു 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 കടലാസ് പോലും ഇത് നിയമപരമാണ് എന്ന് കോടതിയിൽ തെളിയിക്കുന്ന ഒരു കടലാസ് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ചെറിയ രീതിയിൽ ഒരു ബൈനറി സിസ്റ്റമൊക്കെ നടത്തിയിട്ട് തട്ടിപ്പ് നടത്തിയിട്ട് കടം വീട്ടാം, ഇങ്ങനെ ജീവിച്ചു പോവാം എന്ന് ഉള്ള സ്ഥലത്താണ് ഒരുപാട് ലീഡർമാർ വന്നിട്ട് ഇത്രയും വലിയ എത്രയാണ് കോടികൾ എന്നത് പോലും ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ്. 3000 ആണോ അല്ലെങ്കിൽ അതിൻ്റെ മേലെയാണോ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നുള്ള ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു വലിയൊരു തട്ടിപ്പാണ് ഹൈറിച്ച് തട്ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വത്സൻ സാറുടെ കേസ് വന്ന സമയത്ത് വാവിട്ട് കരഞ്ഞെങ്കിൽ ഒരു പറ്റം ആൾക്കാർ നിക്ഷേപകരെ കോടതിയെ സമീപിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ അത് ഓണം കഴിഞ്ഞതോടുകൂടി അതിൻ്റെ അവിടെ ഇവിടെയും നിങ്ങൾക്ക് പരിക്കേക്ക് അതിൻ്റെ രജിസ്റ്റേർഡ് പോസ്റ്റ് എത്തുന്നതായിരിക്കും എന്നാണ് ശ്രീനാഥ് പ്രതാപിനെ മുൻകൂട്ടി അറിയിക്കാനുള്ളത്. അപ്പോൾ അതും കൂടി എത്തിക്കഴിഞ്ഞാൽ ഇത് കഥം എന്ന് പറഞ്ഞതിന് അതിൻ്റെ അപ്പുറം ഒരു കഥ ഒന്നുമില്ല. എന്തായാലും അങ്ങനെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒരു സൂചന തരികയാണ്. അപ്പോൾ ഇനിയും മടിച്ചു നിൽക്കുന്നവർ അവരുടെ കുഴി തോണ്ടിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ബഡ്സിൻ്റെ കേസ് എന്ന് പറയുന്നത് രാത്രി ഉത്തരവിടാൻ പറ്റുമോ എന്ന് ചോദിച്ചതിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ സൈറ്റിൽ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സംഭവം മതി. പിന്നെ ഒരു റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന ഒരു കേസ് മാത്രമാണ് ആ കേസ്. നമുക്കറിയാം ദേവൻ രാമചന്ദ്രൻ സാറുടെ ബെഞ്ചിലൊക്കെ ഇവർ ഘോരം അശ്വിൻ ഗോപകുമാർ എന്ന് പറയുന്ന ഇവരുടെ വക്കീല് നന്നായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് വേണ്ടിയിട്ട് VP രഞ്ജിത്ത് സാറ് എണീച്ച് നിന്നിട്ട് ഒറ്റ ഡയലോഗ് മാത്രമേ പറയാനുള്ളൂ. ആ സമയത്ത് തന്നെ ഓക്കെ എന്നാൽ പിന്നെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മക്കളെ നിങ്ങൾ തൃശ്ശൂരേക്ക് പോയിക്കോ എന്നുള്ള ആ ഡയലോഗ് നമ്മൾ പല തവണ കേട്ടതാണ്. എന്നിട്ട് ഇവർ തൃശ്ശൂർ അങ്ങനെ ഒരു കോടതിയില്ല, അവിടെ കേസൊന്നും എടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവർക്കറിയാം തൃശ്ശൂർ ആണ് ഇവരുടെ ഈ തട്ടിപ്പിൻ്റെ മുഖ്യമായിട്ടുള്ള കോടതി എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. പക്ഷേങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പ്രതാപൻ്റെ അടിവേരടക്കം അല്ലെങ്കിൽ അവിടെ ആ കോടതിയിൽ ഉണ്ട് എന്നുള്ളത് ഇവർക്കറിയാം. അതുകൊണ്ടാണ് അവിടെ പോവാത്തത് യാതൊരു വിധത്തിൽ. നമുക്കറിയാലോ ഈ ബഡ്സിൻ്റെ കോർട്ട് തന്നെയാണ് ഇത് ലേറ്റ് ആയാലും സാരമില്ല, ഇവർ മഹാകള്ളന്മാരാണ്, ഇവർ പൂട്ടേണ്ട കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് മറ്റേ നമ്മുടെ ലിമിറ്റേഷൻ ആക്ട് ഒന്നുമില്ല അവിടെ നിൽക്കട്ടെ, ഇവന്മാർ മഹാകള്ളന്മാരാണെന്ന് പറഞ്ഞിട്ട് ലിമിറ്റേഷൻ ആക്ടിനെ മറികടന്നുകൊണ്ട് ഈ കമ്പനിയെ പൂട്ടിക്കെട്ടിയ ഒരു കോടതിയാണ് ബഡ്സ് കോടതി, തൃശ്ശൂരെ 3rd അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതി. അപ്പോൾ ആ കോടതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് കുറച്ചൊരു പേടി ഉണ്ടാവും അല്ലേ. അവിടെ നിന്ന് മറിച്ചൊരു തീരുമാനം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്നത്. അവിടെ മറിച്ചൊരു തീരുമാനം ഉണ്ടാവില്ല. അവിടെ ഒരു കാര്യങ്ങളൊക്കെ പല കുറി കേട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ജഡ്ജ്മെൻ്റാണ്. അതിൽ നിന്ന് ഈ പൂട്ടിയ സമയത്ത് ഇവർക്ക് രേഖകളൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ പ്രഗത്ഭനായ വക്കീൽ, ലൂപ്പ് ഹോൾസ് അറിയുന്ന വക്കീലായ ഷാ വക്കീൽ അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാകുമായിരുന്നു. പക്ഷേങ്കിൽ അദ്ദേഹത്തിന് പോലും ഇതിലൊന്നും കാര്യം സാധിക്കില്ല, ഇവന്മാരെ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കറിയാലോ ഒരു വയസ്സായ ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് കുറച്ച് ദിവസം ICUലും കുറച്ചൊക്കെ അവിടെയൊക്കെ എവിടെയൊക്കെ കിടത്തിയിട്ടാകുമ്പോൾ ഇവർ പറയും വീട്ടിലേക്ക് എടുത്തോ, ഇതൊന്നും നമുക്കൊന്നും നോക്കാനില്ല, ഇതൊന്നും ചെയ്യിക്കില്ല, ഇതൊന്നും ശരിയാവില്ല, നിങ്ങൾ അറിയിക്കേണ്ട ആളൊക്കെ അറിയിച്ചോ, വീട്ടിലേക്ക് എടുത്തോ എന്ന് പറയും. അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവരുടെ വക്കീലന്മാരെല്ലാവരും ഇവരെ വിട്ട് ഓടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഒരുപാട് ആൾക്കാരും
പിന്നെ ഈ തട്ടിപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ലീഡർമാരടക്കം മനസ്സിലാക്കിയിട്ടുണ്ട്. ലീഡർമാരടക്കം ഇത് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇനി എന്തിനു വേണ്ടിയിട്ട് കാത്തിരിക്കണം എന്നുള്ള കാര്യത്തിൽ ആണ് ലീഡർമാരടക്കം. ഏതെങ്കിലും ഒരു ലീഡർമാർ ഇപ്പം ഈ കമ്പനിയെ താങ്ങിയിട്ട് പറയുന്നുണ്ടോ? നമുക്കറിയാലോ, കഴിഞ്ഞ ദിവസത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് 35,000 ആൾക്കാർ 100 രൂപ എടുത്തു കഴിഞ്ഞാൽ എത്രയാവും? 35,000 ആൾക്കാർ 100 രൂപ എടുത്തു കഴിഞ്ഞാൽ 35 ലക്ഷം ആവുമെന്ന് ശ്രീനാഥ് പ്രതാപൻ പറഞ്ഞിരിക്കുകയാണ്. 35,000 മദർ IDs നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പൈസ ലഭിക്കുന്ന 37,000-ഓളം ആൾക്കാർ മാത്രമാണ് ഇതിലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 2,000 പിന്നെയും നമ്മുടെ മാടം കുറച്ചിരിക്കുകയാണ്. 35,000 മാത്രമേ ഉള്ളൂ എന്നാണ് ശ്രീനാഥ് പ്രതാപൻ പറയുന്നത്. അപ്പോൾ ആ 35,000 ആൾക്കാർ വെറും 100 രൂപ എടുത്തു കഴിഞ്ഞാൽ 35 ലക്ഷമാവുമെന്ന് മാഡം കണക്കാക്കി പറഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് പകുതി ആൾക്കാർ പോലും പൈസ കൊടുത്തില്ല എന്നതാണ്. വെറും 10,000-ൽ താഴെ ആൾക്കാർ മാത്രമാണ് പൈസ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 12 ലക്ഷം മാത്രമേ ആയിട്ടുള്ളൂ. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 25 ലക്ഷമാണ് എന്ന് കോടിപതിയായ CEO ഇരക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇതൊന്നും നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ല. അപ്പോൾ 1,80,00,000 വെറും 35 ലക്ഷമായിട്ട് ചുരുങ്ങുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ശ്രീനയുടെ കൂടെ വിരലിലുണ്ടാവുന്ന ലീഡർമാർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇനി കാത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല, നിങ്ങൾക്ക് ഉത്തരവുണ്ടാവില്ല. എന്തിനോ വേണ്ടി കാത്തിരിക്കുക മാത്രമാണ് നിങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണം ആഘോഷിക്കില്ല ആശംസിക്കുന്നു. ബൈ.